What's happening people, this is Kojima-chan and welcome back to another vlog. So today we have the most affordable 400cc bike, അല്ലെങ്കിൽ the biggest Pulsar ever made. Today we have the all new Pulsar NS 400Z. So ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ NS 400 അല്ലെ, നമ്മുടെ ബജാജ് ഡോമിനാറിൻ്റെ പ്രൂവൻ 373cc എഞ്ചിൻ വെച്ചിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ NS 400Z എന്ന് പറഞ്ഞ വണ്ടി. ഫ്രണ്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു വലിയൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വിത്ത് ആ ഒരു ഇടിമിന്നൽ പോലത്തെ നമ്മുടെ DRLs നമുക്ക് കാണാം. അത് നമുക്ക് ഇവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ. DRL ഓഫ് ചെയ്ത് ഹെഡ് ലാമ്പ് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അത് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴേ നമുക്ക് വരൂ, വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ അത് നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ് നോക്കാൻ പോയത്. അതോടൊപ്പം ഞാൻ നോക്കുമ്പോൾ 43mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ വിത്ത് ഗോൾഡൻ അല്ല ഷാംപെയിൻ കളർ എന്നൊക്കെ പറഞ്ഞാൽ ഫീഡായ ഒരു ഗോൾഡൻ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വിത്ത് ആ ലൈറ്റ് വെയിറ്റ് N250 വന്ന അതേ കൈൻഡ് ഓഫ് ആ NCs തന്നെ പുതിയ അലോയ്സാണ്. നമ്മുടെ NS 200നും ആ സെയിം അലോയി വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്ക് 110 സെക്ഷൻ്റെ MRFൻ്റെ സാപ്പർ എന്ന് പറഞ്ഞ ടയേഴ്സായിട്ട് കൊടുത്തേക്കണേ. ആണ് നമ്മുടെ ആ ഒരു ഡോമിനാറിന് കണ്ടിരിക്കുന്ന അതേ കൈൻഡ് ഓഫ് എഞ്ചിൻ. ട്രിപ്പിൾ സ്പാർക്ക് അല്ല, സിംഗിൾ സ്പാർക്ക് എഞ്ചിനാണ്. 373cc എഞ്ചിനാണ്. പ്രൊഡ്യൂസിങ് 40 PS ആൻഡ് 35 Nm ഓഫ് ടോർക്ക്. പക്ഷേ ഈ ടോർക്ക് പവറും ഔട്ട്പുട്ടിൻ്റെ RPM കുറച്ചും കൂടി കൂടുതലാണ് ഡോമിനാർ വെച്ച് നോക്കുവാണെങ്കിൽ കേട്ടോ. അതേ സെയിം ആ റേഡിയേറ്റർ നമുക്ക് കാണാം. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റേഡിയേറ്ററും ഇതിലവർ കൊടുത്തിട്ടുണ്ട്. താഴെ ആ സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കൗളും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കാൻ പോയിട്ട്. ഇതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും സൈഡിൽ നിന്ന് നോക്കാൻ പോയാൽ. നമുക്ക് ആ റിയർ ബ്രേക്സ് ആണ്. പിന്നെ ബോക്സ് ടൈപ്പ് സ്വിങ്ങാമാണ്. NS 200നെക്കാട്ടും കുറച്ചും കൂടെ വലിയ ഒരു ബോക്സ് ടൈപ്പ് സ്വിങ്ങാമാണ് ഇതിനെ അവർ കൊടുത്തിരിക്കുന്നത്. റിയറിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ ഉണ്ട്. അതുകൂടാണ്ട് ആ ഒരു പെരിമീറ്റർ ഫ്രെയിം അതേപോലെ കുറച്ചും കൂടി റീഎൻഫോഴ്സ് ചെയ്തിട്ടാണ് അവർ ഇതിൽ ആ ഒരു പെരിമീറ്റർ, അതായത് NSന് വന്നിരിക്കുന്ന അതേ കൈൻഡ് ഓഫ് ഒരു ഫ്രെയിം നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതാണ് ഇവിടെ NS 400Z എന്നൊക്കെ ഇതിൻ്റെ നമ്മുടെ സീറ്റ്സ്. ഇത് നമ്മുടെ പില്ലിയൻ്റെ സീറ്റും ഇത് നമ്മുടെ റൈഡറിൻ്റെ സീറ്റും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 12 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. സെയിം NS 200 അതേ ടാങ്ക് കപ്പാസിറ്റിയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ അണ്ടർ ബെല്ലി എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 165mm ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. റിയർ നോക്കാൻ പോയ 140 സെക്ഷൻ്റെ ടയേഴ്സാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് 230mm റിയർ ഡിസ്ക് ബ്രേക്ക് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ. റിയർ ABS ഓഫ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു ഇൻട്രൂഷൻ ഓഫ് റോഡ് മോഡിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ആ ഒരു ഹഗ്ഗർ ഒരു കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ആ ഒരു ടെയിലിൽ നമുക്ക് കാണാം നമ്പർ പ്ലേറ്റ് ഹോൾഡറും. നമുക്ക് ആ ടെയിൽ ലാമ്പ് നോക്കാൻ പോയ സെയിം NSൻ്റെ അതേ സെയിം ടെയിൽ ലാമ്പാണ്, ഒരു വ്യത്യാസമില്ല. ഗ്രാബ് റെയിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മുടെ സാരി ഗാർഡ് അവിടെ ഒരു ചെറിയൊരു സാരി ഗാർഡാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചും. ഇതിൽ വന്നിരിക്കുന്ന ടീത്ത് നമ്മുടെ ഡോമിനാർ വെച്ച് നോക്കുകയാണെങ്കിൽ ഡോമിനാർക്കാട്ടും ഒരു ടീത്ത് കൂളാണ്. 390നെക്കാട്ടും 2 ടീത്ത് കൂളാണ്. 46 ആണ് ഇതിൻ്റെ ടീത്ത്, റിയർ സ്പ്രോക്കറിൻ്റെ ടീത്തിൻ്റെ എണ്ണം അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ വണ്ടി ഓവറോൾ നോക്കാൻ പോയാൽ. ദിസ് ഈസ് ദ ഓൾ ന്യൂ NS 400Z. ആൻഡ് ഇതിൽ കൂടുതലും ഇതിൻ്റെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഡോമിനാറിൻ്റെ മിറേഴ്സ് ഇട്ട് അത് പറയാൻ പറ്റില്ല. ഡോമിനാറിൻ്റെ അതേ മിറേഴ്സാണ്. ഈ സ്വിച്ചസൊക്കെ നമുക്ക് കാണാം ഇവിടെ. ഇതാണ് നമ്മുടെ ടോഗിൾ സ്വിച്ചസ്, പാസ്, ബ്രൈറ്റ്, ഹോണ്. ഇതാണ് നമ്മുടെ പാർക്ക് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിൽ സ്വിച്ചും നമ്മുടെ ഹസാർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് ഉണ്ട്. അത് കൂടാണ്ട് ഇതാണ് നമ്മുടെ കൺസോൾ. ഫ്യൂൽ ഗേജിൻ്റെ ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓഡോമീറ്റർ. ഇത് നമുക്ക് മോഡ്സ് മാറ്റാം ഈസി ആയിട്ട്. ഇവിടെ വേറെ ചെറിയൊരു മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ എന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കിയാൽ നമുക്ക് വെഹിക്കിൾ ഇൻഫോയിൽ പോയാൽ നമുക്ക് അവിടെ റൈഡ് മോഡ്സ് ഉണ്ട്, റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് മോഡ്സ് ഉണ്ട്. ഓഫ് റോഡ് മോഡിൽ ഇൻട്രൂഷൻ കുറവായിരിക്കും. ABSൻ്റെ ആൻഡ് ട്രാക്ഷൻ കൺട്രോളുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ്, നമ്മുടെ ബൈക്കിൻ്റെ ട്രിപ്പ് B ബൈക്ക് ഇൻഫോയും കാര്യങ്ങളും. പിന്നെ ലാപ്പ് ടൈമറും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സെറ്റിങ്സിൽ പോയാൽ ഫേവറേറ്റ്സ്, ക്വിക്ക് സെലക്ട്, ഡേറ്റ്, ക്ലോക്ക്, ബ്രൈറ്റ്നസ് ഹൈയിലാണ് കിടക്കണേ. ഇത്രയും സെറ്റിങ്സാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും ഡിസ്പ്ലേസാണ്. പിന്നെ ഇവിടെ കുറേ വാർണിംഗ് സിമ്പിൾസും കാര്യങ്ങളുണ്ട് നമ്മൾ. സോ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടി. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിമേ കയറിയിരിക്കാം. കയറിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വെയിറ്റ് അല്ലേ, 174 kg ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വന്നിരിക്കുന്നത്. 807mm ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഹാഫ് ഫുട്ടാണ്, ഈസി ഹാഫ് ഫുട്ടാണ് എനിക്ക്. ആൻഡ് ഹാൻഡിൽ ബാസ് ആ ഫ്ലാറ്റ് ഹാൻഡിൽ ബാസ് ആണ്. നമുക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് മാറി ഒരു ഫ്ലാറ്റ് ഹാൻഡിൽ ബാസ് വിത്ത് നമുക്കൊരു 5mm അപ്പും ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനും അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൾ ന്യൂ NS 400Z. റൈഡ് റിവ്യൂ ഒക്കെ ഇത് കഴിഞ്ഞാൽ ഉടനെ കാണും. 11th നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് റൈഡ് റിവ്യൂ കാണാൻ പറ്റും. മൈലേജ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാം ഉടനെ വരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ.
ഓക്കെ സോ വണ്ടിയുടെ എക്സ് പ്രൈസ് വന്നത് 185,000 ആണ് എക്സ് പ്രൈസ്. ഇറ്റ്സ് ഇൻട്രൊഡക്ടറി പ്രൈസ്. അപ്പോൾ നമ്മുടെ ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 230 240 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നത്. 220 230 240 ആ ഈ ഒരു റേഞ്ചിലായിരിക്കും അതിന് കറക്റ്റ് പ്രൈസിങ് എനിക്കറിയില്ല. അത് കിട്ടുവാണെങ്കിൽ ഞാൻ അടിയിൽ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റൈഡ് റിവ്യൂവിൽ എന്തായാലും കാണും. ആൻഡ് അതൊക്കെ തന്നെയാണ് എനിക്ക് വണ്ടീനെ പറ്റി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ റൈഡ് റിവ്യൂവിൽ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉദ്ദേശിക്കുന്നത്. സോ ഡോണ്ട് ഫേക്ക് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ബെല്ലൈക്കിൻ്റെ ഞെക്കുക. അടുത്ത വീഡിയോയിലും ബെല്ലുകളായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചു മച്ചാൻ. ബൈ. അതിനൊരു കാര്യം കൊണ്ട് പറഞ്ഞു പോയി, അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കൂടെ കിട്ടും.